ഇതാ നഗരത്തിന്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ മുന്നണികളുടെ പ്രചാരണ വാഹനങ്ങളും അണികളുടെ ആവേശവുമാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള ആവേശമാണ് തിരുവനന്തപുരം നഗരത്തിൽ എമ്പാടും കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ ആവേശം. അത് നഗരമെന്നോ ഉൾപ്രദേശമെന്നോ ഗ്രാമങ്ങളെന്നോ ഉള്ള വ്യത്യാസം ഒരിടത്തും കാണാനില്ല. ഓരോ പ്രാദേശിക തലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശമാണ് നടക്കുന്നത്. അതിൽ BJP എന്നോ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ CPM എന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാ മുന്നണികളും അതിന്റെ അത്യാവേശത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും വാദ്യമേളങ്ങളും ചെണ്ടമേളങ്ങളും ബാൻഡ് സെറ്റും അനൗൺസ്മെന്റ് വാഹനങ്ങളും വലിയ DJയും അതിനോടൊപ്പം മുദ്രാവാക്യം വിളികളും കൊടികളും തോരണങ്ങളും ഒക്കെ ആയിക്കൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള എത്രത്തോളമായിരുന്നു കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായി ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശമെന്നത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന കൊട്ടിക്കലാശത്തിന്റെ ആവേശം. എന്തായാലും നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ വോട്ടും അവരവരുടെ പെട്ടിയിലേക്ക് അവരവരുടെ സ്ഥാനാർത്ഥിക്ക് നേരെ അവരവരുടെ പാർട്ടിയുടെ ചിഹ്നത്തിന് നേരെ പതിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രചരണങ്ങളും പൂർത്തിയായി. ഇനിയിപ്പോൾ ആകെ ബാക്കിയുള്ളത് വോട്ടെടുപ്പ് എന്ന കടമ്പയാണ്. അതുകൂടി കഴിഞ്ഞാൽ ആര് ഭരിക്കും, ആര് വാഴും, ആര് വീഴുമെന്നൊക്കെ അറിയാം. ഏറ്റവും പ്രധാനമായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ പോരാട്ടത്തിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിന്റെ കൊട്ടിക്കലാശമെന്നുള്ള പ്രത്യേകത കൂടി ഈ കൊട്ടിക്കലാശത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നേരുന്ന ഓരോ വോട്ടും, ഈ തെരഞ്ഞെടുപ്പിൽ വാങ്ങുന്ന ഓരോ വിജയവും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു തുടക്കം കുറിക്കലായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള കൊട്ടിക്കലാശം കൂടി തന്നെയായിട്ടാണ് ഓരോ മുന്നണിയും ഇതിനെ കാണുന്നത്. തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത, പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ എന്ന് പറയുന്നത് 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം എന്ന രീതിയിൽ തന്നെ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. NDAയും അതുപോലെ തന്നെ UDFും LDFും ഒക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണിത്. സ്വാഭാവികമായും ആദ്യഘട്ടം മുതൽ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസ് ആണ്. തൊട്ടു പിന്നാലെ തന്നെ മുഴുവൻ വാർഡുകളിലും വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ വിജയം ഒരു കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് BJP കാലേക്കൂട്ടി തന്നെ അതിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചു. ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ BJP അവരുടെ മുൻ കൗൺസിലറുടെ ആത്മഹത്യ ഉൾപ്പെടെ പ്രധാനപ്പെട്ട വിഷയമായി വന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ വിവാദങ്ങൾക്കൊന്നും ഇടവില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് BJP നടത്തിയത്. LDF ആണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഭരിക്കുന്ന 30 വർഷത്തെ ഇളകാത്ത കോട്ടയായ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് കൂടുതൽ സീറ്റുകൾ പിടിക്കുക. 2015 VK പ്രശാന്ത് 46 സീറ്റുകൾ അല്ലെങ്കിൽ 46 വാർഡുകളിൽ വിജയിച്ചുകൊണ്ടാണ് ഈ കോർപ്പറേഷന്റെ മേയറായതെങ്കിൽ 2020 ആര്യ രാജേന്ദ്രൻ മേയറാവുമ്പോൾ 52 ഡിവിഷനുകളിൽ വിജയിച്ചുകൊണ്ടാണ് LDF തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിച്ചത്. സ്വാഭാവികമായും ഈ തിരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ ഈ 52-ൽ ഒരു ഡിവിഷൻ പോലും കുറയാത്ത രീതിയിലുള്ള വിജയം LDFന് അനിവാര്യമാണ്. അല്ലെങ്കിൽ കൂടുതൽ ബിന്ദു വിജയം LDF സ്വന്തമാക്കേണ്ടതുണ്ട്. ഒരു ഡിവിഷനിൽ അവർക്ക് കുറവ് സംഭവിച്ചാൽ സ്വാഭാവികമായും അത് വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിനകത്ത് അല്ലെങ്കിൽ നിയമസഭാ പോരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറും. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികൾക്കും ഇതൊരു വലിയ അഭിമാന പോരാട്ടമായി തന്നെയാണ് കാണുന്നത്. വലിയ ആവേശത്തിൽ ഇനിയിപ്പോൾ ഒരു 35 മിനിറ്റ് മാത്രമേ കൊട്ടിക്കലാശം. ആരാണ് കൊട്ടിക്കലാശത്തിലും മുന്നിലെത്തുക എന്നറിയണം. സ്ത്രീകൾ, കുട്ടികളൊക്കെ തന്നെയും ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ നഗരത്തിന്റെ മുക്കിലും മൂലയിലും എത്തണം. എന്താണ് പ്രചാരണത്തിന്റെ ആവേശം അവസാന മിനിറ്റുകളിൽ എന്ന് അറിയുകയും വേണം.